പ്രളയബാധിത ജില്ലകളിൽ കർഷകരോട് ശോഭിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ വിവാദത്തിൽപ്പെട്ടു. കാർഷിക വായ്പ എഴുതിത്തള്ളുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചവരോടാണ് ഈ മന്ത്രിമാർ രോഷം കാണിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് തേടിയെത്തുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ സ്വഭാവം മാറ്റുമെന്ന വിമർശനം പൊതുവെ രാഷ്ട്രീയക്കാർക്കെതിരെ ഉപയോഗിച്ച് കേൾക്കാറുണ്ട്. മഹാരാഷ്ട്രയിലെ പ്രളയബാധിത ജില്ലകളിൽ സന്ദർശനം നടത്തിയ മന്ത്രിമാരുടെ പെരുമാറ്റം കണ്ടവർ ഇതേ വിമർശനം വീണ്ടും ഉന്നയിക്കുകയാണ്. ഏതാണ്ട് 10 ദിവസത്തോളമായി പ്രളയ സമാന സാഹചര്യമാണ് മറാഠവാഡ മേഖലയിൽ. ഹെക്ടർ കണക്കിന് കൃഷിഭൂമി മുങ്ങി നടുവൊടിഞ്ഞു നിൽക്കുന്ന കർഷകർ അവരെ കാണാനെത്തിയ മുഖ്യമന്ത്രിയോട് നഷ്ടപരിഹാരം എത്ര കിട്ടുമെന്ന ചോദ്യം ഉന്നയിച്ചു. രാഷ്ട്രീയം കളിക്കാനുള്ള ഇടമല്ല ഇതെന്നായിരുന്നു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ മറുപടി. ചോദ്യം ചോദിച്ചയാളെ പിന്നീട് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചയും പിന്നാലെ നമ്മൾ കണ്ടു. ധാരാശിവിൽ എത്തിയ ധനകാര്യ വകുപ്പ് കൂടിയുള്ള ഉപമുഖ്യമന്ത്രി അജിത് പവാറിനോട് കാർഷിക കടങ്ങൾ എഴുതി തള്ളുമോ എന്നായിരുന്നു ചോദ്യം. പറഞ്ഞയാളെ മുഖ്യമന്ത്രിയാക്കൂ എന്നതായിരുന്നു അജിത്തിന്റെ മറുപടി. ലാഡ്ലി ബഹിൻ സ്കീമിൽ സ്ത്രീകൾക്ക് നൽകാൻ 45,000 കോടി വേണം. കർഷകരുടെ വൈദ്യുതി ബിൽ കുറച്ചതിനും പണം വേണം. ഇവിടെ ഗോലി കളിക്കാനല്ല താൻ വന്നതെന്ന് വരെ രോഷത്തോടെയാണ് അജിത്തിന്റെ മറുപടി. ജലസേചന വകുപ്പ് മന്ത്രി ഗിരീഷ് മഹാജൻ, കൃഷി മന്ത്രി ദത്താത്രേയ ഭർണെ എന്നിവർക്കും കർഷകരോട് സംസാരിക്കുമ്പോൾ സംയമനം നഷ്ടപ്പെട്ടു. സ്വന്തം ഫോട്ടോ പതിച്ച പാക്കറ്റുകൾ വിതരണം ചെയ്തായിരുന്നു മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെയുടെ ഇടപെടൽ. ചുരുക്കത്തിൽ പ്രളയബാധിത മേഖലകളിൽ മന്ത്രിമാരുടെ നേരിട്ടുള്ള സന്ദർശനം വിപരീത ഫലമാണ് സർക്കാരിന്റെ ഇമേജിന് ഉണ്ടാക്കിയത്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.